മനുഷ്യൻ ചെയ്യുന്ന എന്ത് ജോലിയും ചെയ്യാൻ റോബോട്ടുകൾക്ക് സാധ്യമാണോ? മനുഷ്യനേക്കാൾ ഊർജവും ഉൽപാദനശേഷിയുമുള്ള റോബോട്ടുകൾ മനുഷ്യന് പകരക്കാരായി എത്തുമോ? ഓരോ ചെറിയ ജോലികളും ചെയ്തുകൊണ്ട് മനുഷ്യനെ പോലെ അനായാസം ഇടപെടാൻ റോബോട്ടുകൾക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തെ അനുദിനം ദൃഢപ്പെടുത്തുകയാണ് ടെസ്ലയുടെ ഒപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ പലപ്പോഴായി വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ചുറ്റുപാടിനോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യൻ ചെയ്യുന്ന ദൈനംദിന ജോലികൾ ചെയ്യാൻ പ്രാപ്തമായി കൊണ്ടിരിക്കുന്ന ഈ റോബോട്ട് ചില മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒപ്റ്റിമസിന്റെ വളർച്ചാകാലം മുതലുള്ള പുരോഗതികൾ ഓരോന്നും ഇലോൺ മസ്ക് പങ്കുവെക്കാറുണ്ടെങ്കിലും അത്ര ഫ്ലെക്സിബിൾ അല്ലാത്ത ഒപ്റ്റിമസ് മനുഷ്യന് പകരമാവില്ലെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. എന്നാൽ ഓരോ മുൻവിധികളും ഭേദിച്ചുകൊണ്ടാണ് ഒപ്റ്റിമസ് വളരുന്നതെന്ന് മസ്ക് പലപ്പോഴായി പങ്കുവച്ച വീഡിയോകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വേഗതയോടെ സ്വയം ഒരു ഹാളിൽ ഒപ്റ്റിമസ് അനായാസം സഞ്ചരിക്കുന്ന വീഡിയോ ആണ് ഇലോൺ മസ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിമസിന് വേഗതയില്ലെന്ന വിമർശനവും അതോടെ ടെസ്ല മറികടന്നിരിക്കുന്നു. അനായാസം എല്ലാം ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടിനെ പലപ്പോഴും സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും അടുത്ത ഉദാഹരണം നോക്കിയാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ ആ സാധ്യതയെ വളരെ രസകരമായി ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ്. ആ തലത്തിലേക്ക് മനുഷ്യന്റെ ദൈനംദിന ജോലികൾ ചെയ്യാൻ പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്ന റോബോട്ടാണ് ടെസ്ലയുടെ ഒപ്റ്റിമസ്. ടെക് ലോകത്തെ പുത്തൻ ചുവടുവയ്പ്പുകളെ അവതരിപ്പിക്കുന്ന മസ്ക് പലപ്പോഴായി ഒപ്റ്റിമസിനെ കുറിച്ചുള്ള സൂചനകൾ നൽകാറുണ്ട്. ഓരോ പടിയും വളരെ സൂക്ഷ്മമായി പുരോഗമിക്കുകയാണെന്നും വെളിപ്പെടുത്താറുണ്ട്. പറഞ്ഞതുപോലെ തന്നെ 2023 ഒപ്റ്റിമസിന്റെ പുതിയ ഫീച്ചറുകളോട് കൂടിയ വീഡിയോ കമ്പനി പുറത്തുവിട്ടു. റോബോട്ട് യോഗ ചെയ്യുന്നതിന്റെയും പസിലുകൾ തരംതിരിക്കുന്നതിന്റെയും വീഡിയോ അന്ന് വൈറലായിരുന്നു. നമസ്തേ എന്ന ക്യാപ്ഷനോടെ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ വിപണിയെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നതെന്ന അഭിപ്രായങ്ങൾ വ്യാപകമായിരുന്നു. 2023 ഡിസംബറിൽ പുറത്തുവിട്ടത് മേശയിൽ വെച്ച് ശ്രദ്ധയോടെ റോബോട്ട് ടീഷർട്ട് മടക്കി വെക്കുന്ന വീഡിയോ ആണ്. എന്നാൽ റോബോട്ട് ഇപ്പോൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് തുണി മടക്കുന്നതെന്നും വൈകാതെ തന്നെ സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് ഒപ്റ്റിമസ് വികസിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. സ്വയം ചിന്തിക്കാനുള്ള ശേഷിയിലേക്ക് റോബോട്ട് എത്തുമെന്ന സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. കൈകൊണ്ട് പൊട്ടാതെ മുട്ട ബോയിൽ ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പുറത്തു വന്ന വീഡിയോയിലെല്ലാം വളരെ പതുക്കെയാണ് ഒപ്റ്റിമസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. കൈകാലുകളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും റോബോട്ടിന്റെ ബാലൻസ്, ഗതി നിർണയം, പുറം ലോകവുമായുള്ള ഇടപെടൽ, തിരിച്ചറിവ് എന്നിവ സാധ്യമാക്കാനുള്ള സോഫ്റ്റ്വെയർ വികസനം പുരോഗമിക്കുകയാണെന്ന് കമ്പനി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വേഗത കൂടിയ ഒപ്റ്റിമസിനെ ലോകം കണ്ടത്. ടെസ്ലയുടെ ഒരു ഔദ്യോഗിക പരിപാടിക്കിടയിലായിരുന്നു ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറുകിയ വെള്ളയും കറുപ്പും വസ്ത്രം ധരിച്ച ഒപ്റ്റിമസിനെ ആദ്യം അവതരിപ്പിക്കുന്നത്. ഏതാനും സെക്കൻഡുകൾ റോബോട്ട് നൃത്തം വെക്കുന്നതും അന്ന് കാണിച്ചിരുന്നു. ഇത് പ്രാഥമിക ഘട്ടമാണെന്നും ഇപ്പോൾ ചെയ്യുന്നത് യാഥാർത്ഥ്യമല്ലെന്നും മസ്ക് പറഞ്ഞു. എന്നാൽ വരും വർഷങ്ങളിൽ റോബോട്ട് ചില ജോലികൾ ചെയ്തു തുടങ്ങുമെന്ന് മസ്ക് സൂചിപ്പിച്ചിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന അപകടകരവും ആവർത്തന വിരസതയുമുള്ള ജോലികൾ ചെയ്യാൻ മനുഷ്യ ആകാരമുള്ള റോബോട്ട് എന്നതാണ് ഒപ്റ്റിമസിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. റോബോട്ടിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ടെസ്ല പുറത്തുവിട്ടിട്ടുണ്ട്. AI തന്നെയാണ് ഈ റോബോട്ടിന്റെ ആത്മാവ്. ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടിംഗ് ആണ് ടെസ്ല ബോട്ടിനും നൽകിയിരിക്കുന്നത്. 5 അടിയും 8 ഇഞ്ച് ഉയരമുള്ള റോബോട്ടിന്റെ ഭാരം 128 പൗണ്ടാണ്. 45 പൗണ്ട് ഭാരം വഹിക്കാനും 150 പൗണ്ട് എടുത്തുയർത്താനും സാധിക്കുമെന്ന് ഒപ്റ്റിമസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മസ്ക് പറഞ്ഞിരുന്നു. ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കാനും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും ഒപ്റ്റിമസിന് സാധിക്കും. ഒപ്റ്റിമസ് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും ഇതിന്റെ വില ഒരു കാറിനേക്കാൾ കുറവായിരിക്കുമെന്നും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2025 2027 ഇടയിൽ റോബോട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. രൂപകൽപ്പന പ്രകാരം മനുഷ്യ ശരീരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഘടനയാണ് ഒപ്റ്റിമസിൻ്റെത്. 2.3 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഒരു ദിവസത്തെ ജോലിക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. റോബോട്ടിനെ ചലിക്കാൻ അനുവദിക്കുന്ന 28 ആക്യുവേറ്ററുകൾക്കൊപ്പം ഇത് പ്രവർത്തിക്കും. ഒപ്റ്റിമസിന്റെ സന്ധികളിൽ സ്ഥിതി ചെയ്യുന്ന സെൻസറുകളും പൊസിഷൻ എൻകൗണ്ടറുകളും റോബോട്ടിനെ അത് പിടിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനും കൈ എവിടെയാണെന്ന് മനസ്സിലാക്കാനും അനുവദിക്കും. 20 പൗണ്ട് ഭാരമുള്ള ബാഗ് വഹിക്കാൻ അതിന്റെ കൈകൾക്ക് സാധിക്കും. കമ്പ്യൂട്ടിംഗ് കരുത്തിന്റെ ബലത്തിൽ മനുഷ്യരുടെ പ്രാധാന്യം കുറയും. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ലോകത്തെ നിയന്ത്രിച്ചേക്കാം. മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ ഇല്ലാതായേക്കാം. മനുഷ്യൻ ഭാവിയിൽ ചെയ്യുന്ന ജോലി AI-ക്ക് പ്രോഗ്രാം എഴുതുന്നതാകും തുടങ്ങിയ പ്രവചനങ്ങൾ നടത്തുന്ന മസ്കിന്റെ ഒപ്റ്റിമസ്
ഈ മാറ്റങ്ങളിലേക്കെല്ലാം വഴി തുറക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഒപ്റ്റിമസിന് ഭാവിയിൽ വികാരവും സൗഹൃദവും സാധ്യമാകുന്ന രീതിയിലാണോ നിർമ്മാണം എന്ന ചോദ്യങ്ങളും വ്യാപകമാണ്. ടെസ്ല റോബോട്ടിന് $20,000 വില വരുമെന്നാണ് കമ്പനി പറയുന്നത്. മനുഷ്യന്റെ ജോലികൾ എളുപ്പമാക്കുമെന്നും ഭാവിയിൽ ഒപ്റ്റിമസ് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള റോബോട്ട് ആകുമെന്നുമാണ് ടെസ്ല അവകാശപ്പെടുന്നത്. സാമ്പത്തിക രംഗത്തെ ഉയർച്ചയാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ തൊഴിൽ രംഗത്തേക്കുള്ള റോബോട്ട് കടന്നുവരവ് മനുഷ്യന്റെ ഉൽപാദനശേഷിയെ മാറ്റി സ്ഥാപിക്കുമോ എന്ന ആശങ്ക ഇവിടെ ദൃഢപ്പെടുകയാണ്. മനുഷ്യന് സമാനമായി ചിന്തിക്കാൻ കൂടി ഒപ്റ്റിമസ് പ്രാപ്തി നേടിയാൽ ഈ ആശങ്ക വിദൂരമല്ലാതായേക്കും.